Hi friends, welcome to the video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. SSLC ഹിസ്റ്ററിയിലെ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. ആദ്യത്തെ ചാപ്റ്റർ ആണ്. നോക്കാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എങ്കിൽ കാണാനായിട്ട് നോക്കാം. ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ടൈം അനുസരിച്ചിട്ട് ഞാൻ പറയാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ഓക്കെ, ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മനസ്സിലാക്കി പഠിക്കുക. ഇപ്പം ഞാൻ ഈ ഒരു സംഭവം പറയുന്ന സമയത്ത്, ഈ ഒരു റെവല്യൂഷനുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്കതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കുക. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു കഥ പോലെ നിങ്ങളുടെ മൈൻഡിൽ ആലോചിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കി നോക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഇനി ഞാൻ മലയാളത്തിലും പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഹിസ്റ്ററിയിൽ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഡേറ്റുകൾ അല്ലെങ്കിൽ വർഷങ്ങൾ, മാസങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക എന്നുള്ളത്. അതും എന്തെങ്കിലുമൊക്കെ ഒരു സീക്വൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മൈൻഡിൽ ഇരിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട, തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട, ഇംഗ്ലീഷ് മീഡിയംകാർക്കാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് വൊക്കാബുലറീസ് കൂടി അല്ലെങ്കിൽ വേർഡ്സ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, റെവല്യൂഷൻസ് ആർ ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ഓക്കെ, റെവല്യൂഷൻ എന്ന് പറയുന്ന വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത്. റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെവല്യൂഷൻ വിപ്ലവങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ റെവല്യൂഷൻ്റെ അർത്ഥം വരുന്നത്. വിപ്ലവങ്ങളാണ് കേട്ടോ, വിപ്ലവങ്ങളാണ്. വിപ്ലവം, ഇതാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. വിപ്ലവമാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ സ്വാധീനിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സ്വാധീനിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്വാധീനിക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക. ഓക്കെ, അപ്പോൾ ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ വിപ്ലവങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കിത് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചു പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് a few lines from the poem. ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന ഒരു പോയത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത്, ഉദ്ബോധനം എഴുതിയിട്ടുള്ളത് ആരാണ്? ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുള്ളത് കുമാരൻ ആശാനാണ്. ഓക്കെ, ക്യാൻ ബി സീൻ ഓൺ ദ പ്ലേറ്റ് ഇൻ ദ പിക്ചർ. എവിടെയാണ് പിക്ചർ? യെസ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. Freedom alone is nectar divine. Freedom is life itself. To a self-respecting people, slavery is more terrible than death. എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാലോ. ഓക്കെ, നമ്മൾ പറയാറുണ്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മനുഷ്യർക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കുമാരനാശാന്റെ കവിതയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ these lines remind us of the importance of freedom in human life. അപ്പോൾ ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യ ജീവിതത്തിൽ ഫ്രീഡത്തിനുള്ള ഇമ്പോർട്ടൻസ് ആണ്. സ്വാതന്ത്ര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു കിളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തത്തേനെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. തത്തയ്ക്ക് നമ്മൾ ക്യാരറ്റും ടൊമാറ്റോയും ഇങ്ങനെ എല്ലാ ഇതൊക്കെ അല്ലേ കഴിക്കുക? എനിക്ക് അറിഞ്ഞില്ല. ഓക്കെ, ഇതൊക്കെ കൊടുത്തു എന്നിരിക്കും. ടൊമാറ്റോ കഴിക്കും. ഓക്കെ, ഇതൊക്കെ കൊടുത്തു എന്നിരിക്കുക. എങ്കിൽ കൂടിയിട്ട് പഴമൊക്കെ കൊടുത്തു എന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ പാരറ്റ് കഴിക്കുന്നുണ്ടെങ്കിലും പാരറ്റിൻ്റെ ആഗ്രഹം എന്താണ്? ഈ ഭക്ഷണം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പാരറ്റിൻ്റെ ആഗ്രഹം ഒന്ന് നല്ല വിസ്തരിച്ച് സ്വതന്ത്രമായിട്ട് പറന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഫുഡ് കിട്ടിയാലും കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ എത്ര കെയർ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് സ്വതന്ത്രനാവാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമയും പനിയും തലവേദന ഒന്നുമല്ല, ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള സംഭവം എന്ന് പറയാം. അപ്പോൾ ചിലവർ പറയും അതൊന്നല്ല, ശരിക്ക് ചുമയും പനിയൊക്കെ തന്നെയാണ് സംഭവം എന്ന് പറയും. മേ ബി, ബട്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. തിങ്ക് അബൌട്ട് ദ ഫ്രീഡം ദാറ്റ് വി എൻജോയ് ഇൻ ഡേ ടു ഡേ ലൈഫ്. നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന ഫ്രീഡം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഒരുപാട് തരത്തിലുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫ്രീഡം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ബുൾജെറ്റിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു തരത്തിൽ ഒരു പരിധി വരെ ഫ്രീഡം ഉണ്ട്. പക്ഷെ അവർ ഒരു വിധത്തിൽ എന്ത് ചെയ്തു? അതിനെ ഓവറാക്കിയിട്ട് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഫ്രീഡം ഉണ്ട്, പക്ഷെ അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഫ്രീഡം നമുക്ക് ഇപ്പോൾ നമുക്ക് അത്യാവശ്യമുണ്ട്. ഓക്കെ,
അത്യാവശ്യത്തിന് ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ did the people everywhere enjoy freedom like this? ഇതുപോലെയുള്ള ഫ്രീഡം ലോകത്തിൽ എല്ലായിടത്തും കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഇപ്പോൾ ഉള്ള ഫ്രീഡം ലോകത്ത് എല്ലായിടത്തും കിട്ടുന്നുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തെ എല്ലായിടത്തുമുള്ള ഫ്രീഡം ഒരുപോലെയാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, പല രാജ്യങ്ങളിൽ ഫ്രീഡം എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഓക്കെ, നോക്കാം. In several places, the common people did not have as much freedom as we have today. അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യന്മാർക്ക് ഇന്ന് ലഭിക്കുന്നത് പോലെയുള്ള ഫ്രീഡം ലഭിച്ചിരുന്നില്ല. The people who were deprived of freedom had to fight for it. Okay, അപ്പോൾ ഫ്രീഡം നിഷേധിക്കപ്പെട്ടിരുന്നവർ, അപ്പോൾ ചില വേർഡുകൾ നോക്കി വെക്കണം എന്ന് പറഞ്ഞു. ഡിപ്രൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാതിരിക്കുക എന്നർത്ഥം, ഡിനൈ ചെയ്യാനുള്ള അർത്ഥമാണ്. കിട്ടാതിരുന്ന ആളുകൾ എന്ത് ചെയ്തു? ആ ഒരു ഫ്രീഡം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. Some adopted peaceful means. ചിലർ എന്ത് ചെയ്തു? അഡോപ്റ്റഡ് പീസ്ഫുൾ മീൻസ് വെച്ചാൽ ഭയങ്കര നമ്മുടെ മഹാത്മാഗാന്ധിയെ പോലെയൊക്കെ എന്ത് ചെയ്തു? നല്ല രീതിയിൽ നിരാഹാര സമരം വരുന്നു, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞിയെ മാർച്ചൊക്കെ നടത്തിയിട്ടൊക്കെ ദണ്ഡി യാത്ര എന്നൊക്കെ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം പോലെയുള്ള പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു. എന്നാൽ വേറസ് അതർ പ്രിഫേർഡ് ആംഡ് റെബലിയൻ. ആം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്തു? സായുധ സമരത്തിനൊക്കെ ആഹ്വാനം ചെയ്തു. സായുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ആംസ്, അല്ലെങ്കിൽ ആംസ് എന്ന് വെച്ചാൽ കൈകളല്ല. ആംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെപ്പൺസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെപ്പൺസ് ഒക്കെ ആംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ സ്ട്രഗിൾ ചെയ്തു. All these struggles try to change the system that denied freedom and right. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്? ചിലർ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു, ചിലർ പക്ഷെ ആംഡ് റെബലിയൻ ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് ഫ്രീഡം നിഷേധിക്കപ്പെട്ടിരുന്നു. ആ നിഷേധിക്കപ്പെട്ട ഫ്രീഡം തിരിച്ചു കിട്ടുന്നതിനും പുതിയ ഒരു നിയമ സംഹിത അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Therefore they are known as revolutions. അപ്പൊ അതുകൊണ്ടാണ് ഇവയെ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം, വിപ്ലവങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ വിപ്ലവം എന്താണെന്ന് മനസ്സിലായല്ലോ. ചിലർക്ക് ഇന്ന് നാം അനുഭവിക്കുന്ന രീതിയിലുള്ള ഫ്രീഡം ഒന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഫ്രീഡം നിഷേധിക്കപ്പെട്ടിരുന്ന ആളുകൾ എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സമാധാനപരമായിട്ടും സായുധപരമായിട്ടും എന്ത് ചെയ്തിരുന്നു? സമരങ്ങളും കാര്യങ്ങളൊക്കെ ആഹ്വാനം ചെയ്തിരുന്നു, നടത്തിയിരുന്നു. ഇതിനെ പറയുന്നതാണ് റവല്യൂഷൻ. എത്രയേ ഉള്ളൂ. അപ്പോൾ റവല്യൂഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? All these struggles try to change the system that denied freedom. ഫ്രീഡം നിഷേധിക്കപ്പെട്ടിരുന്നതിനെ തിരിച്ചു കിട്ടാനായിട്ട്. ആൻഡ് റൈറ്റ്സ്, ഫ്രീഡം മാത്രമല്ല അവകാശങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും കേട്ടോ. ഓക്കെ, ഇതിന്റെ പുതിയൊരു സംഭവം ഉണ്ടാക്കാനായിട്ട്. The major factor that stimulated earlier revolutions was the Renaissance. Okay, Renaissance ആണ്, നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള മുൻപത്തെ റവല്യൂഷൻസിനൊക്കെ കാരണമായത്, അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട്, ഒരു സ്റ്റിമുലേഷൻ കൊടുത്തത്. സ്റ്റിമുലേഷൻ ഒരു പ്രേരകമായിട്ട്, ഒരു പ്രേരക ശക്തിയായിട്ട് നിലകൊണ്ടത്. Do you remember the Renaissance discussed in the previous classes? Okay, അപ്പോൾ നമ്മൾ റിനൈസൻസിനെ കുറിച്ചൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഓർമ്മയുണ്ടോ? നമ്മുടെ പെട്രാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ റിനൈസൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ റിനൈസൻസ് made significant changes in human thoughts, views and life. ഓക്കെ, മനുഷ്യന്മാരുടെ ചിന്തകളിൽ, കാഴ്ചപ്പാടുകളിൽ, അതുപോലെ തന്നെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു റിനൈസൻസ് എന്ന് പറയുന്ന, നവോത്ഥാനം എന്ന് പറയുന്ന സംഭവം. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്ന് പറയുന്നത്? ഹ്യൂമാനിസം, മാനവികത, സയന്റിഫിക് ടെമ്പർ. ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനവികത, മനുഷ്യന്മാരോടുള്ള, അതായത് മനുഷ്യർ ഇങ്ങനെ പറയില്ലേ, ഒരുപാട് മനുഷ്യന്മാർ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നമുക്ക് നമ്മളാൽ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ ഹ്യൂമാനിസത്തിൽ പെടും. സയന്റിഫിക് ടെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുരാചാരങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകിച്ചൊരു റീസൺ, അല്ലെങ്കിൽ എന്താ പറയുക, അതിനൊരു ഒരു അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് കേട്ടോ, ശാസ്ത്ര അവബോധം എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറേ ദുരാചാരങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തോന്നും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചില ജാതിയിലും മതത്തിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സയന്റിഫിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാത്തിനും അല്ല, ചില കാര്യങ്ങൾക്കാണ്. These novel ideas motivated people to question irrational beliefs and traditions. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നവോത്ഥാനം മുന്നോട്ട് വന്ന സമയത്ത് മനുഷ്യന്മാർക്കാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ആളുകൾ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിനാണ്? റാഷണൽ ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്, അതായത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. The progress in the field of science brought about by the Renaissance gave birth to enlightenment in the 18th century.
ഓക്കെ, ഏകദേശം 18-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് റിനൈസൻസ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് എന്താണ് ഒരു ജനനം കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ റിനൈസൻസിൽ നിന്നാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് റിനൈസൻസിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞതായിരുന്നു നവോത്ഥാനം എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അതേപോലെ എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ ജ്ഞാനോദയം, കുറച്ചും കൂടി ആളുകൾക്ക് വിവരം വന്നു എന്നുള്ള സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനോദയം എന്ന് പറയുന്നുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ്? 18-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ഈ നമ്മൾ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6-ാം നൂറ്റാണ്ട്, 7-ാം നൂറ്റാണ്ട്, 16, 18, 20-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട്, അങ്ങനെ കുറേ നൂറ്റാണ്ടുകളുണ്ട്. അപ്പൊ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇതെന്താണ് നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നൂറ്റാണ്ട് അപ്പൊ 100 വർഷം അങ്ങനെയാണ് സംഭവം. പക്ഷേ ഹൗ ഇറ്റ് ഈസ് ബീങ് കാൽക്കുലേറ്റഡ്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? സോ ജസ്റ്റ് അതൊന്ന് പറയാം. തീർച്ചയായിട്ടും ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്ക് നൂറ്റാണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സെഞ്ചുറി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഏത് സെഞ്ചുറിയിലാണ് ജീവിക്കുന്നത്, എത്രാമത്തെ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്ത് പറയും? അപ്പൊ എൻ്റെ ക്ലാസ്സുകൾ മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ പറയും ഏതാണ് നൂറ്റാണ്ട് എന്നുള്ളത്. സോ ഒന്നുമില്ല, നൂറ്റാണ്ട് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് വർഷം ഏതാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2021 ആണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നൂറ്റാണ്ട് കാണാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, ആദ്യത്തെ 2 നമ്പേഴ്സ് അതിന്റെ കൂടെ +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റാണ്ട് കിട്ടും. അപ്പൊ ആദ്യത്തെ 2 നമ്പർ എന്ന് വെച്ചാൽ 20 ആണല്ലോ, 20 കിട്ടിയില്ലേ, അതിന്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 21. അപ്പോൾ ഇത് ഏത് സെഞ്ചുറിയാണ്? 21st സെഞ്ചുറിയാണ്. അപ്പൊ നിങ്ങളോട് ചോദ്യം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് 1947-ലാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് നൂറ്റാണ്ടാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? 19 ഉണ്ടല്ലോ ആദ്യത്തത്, അതിന്റെ കൂടെ +1, 19 + 1 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ 20-ാം നൂറ്റാണ്ടാണ്, 20th സെഞ്ചുറിയാണ്. അങ്ങനെയാണെങ്കിൽ 1772 ഫോർ എക്സാമ്പിൾ ആണ്. 1772 1773. ഓക്കെ, ഇത് ചാപ്റ്ററിലുള്ള ഒരു ഭാഗമാണ് 1773 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 ഇതെടുത്തു, 17 അല്ലേ, അതിന്റെ കൂടെ 1 കൂട്ടി, വിച്ച് ഈസ് 18th സെഞ്ചുറി. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതായിരുന്നു 18th സെഞ്ചുറി അല്ലേ. 18th സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1700 മുതലുള്ള കാലഘട്ടമായിരിക്കും. 1700 മുതൽ 1799 വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ 18th സെഞ്ചുറി എന്ന് പറയുന്നത്. മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. യെസ്, അപ്പോൾ 18th സെഞ്ചുറിയിൽ thinkers of this moment propagated the ideas like freedom, democracy, equality and nationalism. അപ്പോൾ ഈ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന ആളുകൾ പ്രചരിപ്പിച്ച കാര്യങ്ങൾ, പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രചരിപ്പിക്കുക, സ്പ്രെഡ് ചെയ്യാനുള്ള അർത്ഥമാണ്. The ideas like freedom എന്താണ്? സ്വാതന്ത്ര്യം, ഡെമോക്രസി, ഇക്വാലിറ്റി ആൻഡ് നാഷണാലിസം. ഡെമോക്രസി എന്താണ്? ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഇക്വാലിറ്റി എന്ന് വെച്ചാൽ സമത്വം, നാഷണാലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയത. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇതിന്റെ തിങ്കേഴ്സ് ഒക്കെ, ഇവിടുത്തെ ചിന്തകരൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. It encouraged the people in different parts of the world to protest against. Protest എന്നുള്ള വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. Protest against the autocratic system. പ്രൊട്ടസ്റ്റേഷനെ പ്രതിഷേധിക്കുക. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ഓട്ടോക്രാറ്റിക് സിസ്റ്റം. അവിടെ നിലനിന്നിരുന്ന സ്വേച്ഛാധിപതിയായിട്ടുള്ള അല്ലെങ്കിൽ ഏകാധിപതിയായിട്ടുള്ള രാജാക്കന്മാർക്കും ആ ഒരു ഭരണകൂടത്തിന് എതിരായിരുന്നു ഇവരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിവൈലിയൻസിന് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന, പ്രിവൈലിംഗ് ഡേ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ വേർഡുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കുന്ന സമയത്ത് തന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും പഠിക്കാൻ പറ്റും, ഇംഗ്ലീഷിന്റെ വേർഡ്സ് പഠിക്കാൻ പറ്റും, യൂസേജസ് പഠിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഹിസ്റ്ററിയും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവും. ഒരു കാര്യം ഉറപ്പ് തരാം, നല്ല രീതിയിൽ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല. ദീസ് പ്രൊട്ടസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിഷേധമാണ്. ഡെവലപ്ഡ് ഇൻ ടു റവല്യൂഷൻസ്. ഈ പ്രതിഷേധങ്ങളാണ് പിന്നീട് വിപ്ലവങ്ങളായിട്ട് മാറിയിട്ടുള്ളത്, റവല്യൂഷൻസ് ആയിട്ട് മാറിയിട്ടുള്ളത് ഇൻ മെനി പ്ലേസസ്, ഒരുപാട് സ്ഥലങ്ങളിൽ. Let us discuss some of these revolutions in their impact. അപ്പോൾ ഇത്തരത്തിലുള്ള റവല്യൂഷനും അതിന്റെ ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വാധീനം, അതിന്റെ എന്താണ് അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്, എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. എപ്പോഴും നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ മുഴങ്ങിക്കേട്ടിരുന്ന ഒരു കോട്ടാണ് ഈ ഒരു കൊടുത്തിട്ടുള്ള ഒരു സ്ലോഗൻ ആണ് ഈ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പറഞ്ഞിട്ടുള്ളത് ചോദിക്കാറുണ്ട്, ഒരു മാർക്കിനൊക്കെ ഹിസ്റ്ററിയിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ആരാണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു സ്ലോഗൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്? ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ഒരു ചിന്തകനാണ്. ഓക്കെ, ജെയിംസ് ഓട്ടിസ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, അതായത് ടാക്സ് തരില്ല, ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാതെ, ഞങ്ങൾക്കൊരു റെപ്രസെന്റേഷൻ ഇല്ലാതെ ഞങ്ങൾ ടാക്സ് തരില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം.
ദിസ് വാസ് എ സ്ലോഗൻ. അപ്പോൾ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യത്തെ റവല്യൂഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് പറയുന്നത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. This was a slogan that thundered എന്ന് വെച്ചാൽ ആകെ ഇളക്കി മറിച്ച സംഭവമായിരുന്നു along different parts of North America in the half of the 18th century. ഏകദേശം 18ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ആ ഒരു നോർത്ത് അമേരിക്കയിൽ, വടക്കേ അമേരിക്കയിൽ മുഴങ്ങിക്കേട്ട ഒരു സ്ലോഗൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു കോട്ടായിരുന്നു ഈ പറയുന്നത് സ്ലോഗനാണേ. അപ്പോൾ ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ജെയിംസ് ഓട്ടിസ് ആണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനത്തെ ഒരു ആശയം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ റെപ്രസെന്റേഷൻ ഇൻ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല, അവിടുത്തെ ആളുകൾക്ക് ഗവൺമെന്റിൽ ഭരണത്തിൽ എന്തുണ്ടായിരുന്നില്ല, ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങളോട് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു കഥ പോലെ മനസ്സിലാക്കി വയ്ക്കും. കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, തീർച്ചയായിട്ടും കഥ പോലെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, ഒന്ന് വിഷ്വലൈസ് ചെയ്യും. ഇപ്പം ഞാൻ പറയുന്നത് ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ കപ്പൽ ഒരു വലിയൊരു സാധനം, കപ്പൽ അല്ലെങ്കിൽ ഒരു രാജാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മനുഷ്യരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ വർഷങ്ങളൊക്കെ പഠിക്കാനുള്ളത് ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം നോക്കാം. This slogan was raised by the people of America as part of a powerful agitation. Let us discuss the circumstances that led to this agitation. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അവിടുത്തെ ആളുകളെ, നോർത്ത് അമേരിക്കയിലുള്ള ആളുകളെ പ്രേരിപ്പിച്ച സർക്കംസ്റ്റാൻസസ്, വിച്ച് മീൻസ് സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. സർക്കംസ്റ്റാൻസ് എന്ന സാഹചര്യമാണ് കേട്ടോ. എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ആളുകൾ, ആ രാജ്യത്തുള്ള ആളുകൾ ഇത്തരത്തിലൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്ലോഗനൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുകയാണ്. ഫ്രം ദ 16th century, which means 16th century എന്ന് പറഞ്ഞാൽ 1500 മുതൽ 1599 വരെയാണ്. നമ്മൾ നേരത്തെ കാൽക്കുലേഷൻ പറഞ്ഞില്ലേ, അതനുസരിച്ചില്ല. From the 16th century onwards, the Europeans began to migrate to North America. യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലുള്ള ആളുകൾ നോർത്ത് അമേരിക്കയിലേക്ക് കുടിയേറാനായിട്ട് തുടങ്ങി. മൈഗ്രേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിയേറുക എന്നർത്ഥം. മൈഗ്രേഷൻ, കുടിയേറുക. അത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് പല റീസൺ കൊണ്ട് മൈഗ്രേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇന്ത്യയിൽ ഒരു വാറാണെന്ന് വിചാരിക്കുക, യുദ്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചത്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് താമസിക്കും. അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ആണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി സാധ്യതകൾ കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും വേറെ സ്ഥലങ്ങളിലേക്ക്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ബ്രെയിൻ ഡ്രെയിൻ എന്നാണ് ഇതിന് പറയട്ടെ, ബ്രെയിൻ ഡ്രെയിൻ. അതായത് ഇന്ത്യയിൽ നിന്നും ജോലി തേടിയിട്ട് ഇവിടെ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം, എന്തോ കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് മൈഗ്രേഷൻ സംഭവിക്കാം. ഓക്കെ, ഒരു മൈഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആരാണ് മൈഗ്രേറ്റ് ചെയ്തത്? യെസ്, പറഞ്ഞോളൂ, ആരാണ് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ യൂറോപ്യൻസ് ആണ് കേട്ടോ. ഏത് നൂറ്റാണ്ടിലായിരുന്നു? നമ്മുടെ 16th നൂറ്റാണ്ട് മുതലാണ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. എവിടേക്കാണ്? വടക്കേ അമേരിക്കയിലേക്ക് കേട്ടോ. നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞാൽ വടക്കേ അമേരിക്ക. ദ മേജർ എയിം ഓഫ് ദി മൈഗ്രേഷൻ, നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും. നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്ന സമയത്താവും. അരക്ഷിതാവസ്ഥ മീൻസ് സുരക്ഷിതത്വം ഇല്ലാത്തൊരു സമയമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്നത്, വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലാണ്ട് നമുക്ക് ഇവിടെ നല്ല സുഖമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മൈഗ്രേറ്റ് ചെയ്ത് പോകില്ല. ഓക്കെ, അപ്പോൾ ദർ മൈറ്റ് ബി സം കൈൻഡ് ഓഫ് റീസൺ. അപ്പോൾ എന്താണ് ആ റീസൺ എന്നുള്ളതാണ് പറയുന്നത്. ദ മേജർ എയിം, പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതാണ് പറയുന്നത്. ദ മേജർ എയിം ഓഫ് ദ മൈഗ്രേഷൻ വാസ് ടു എക്സ്പ്ലോയ്റ്റ് ദ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അവിടെ ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരിക്കാം, മനുഷ്യ വിഭവങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. എവിടെ? നമ്മുടെ നോർത്ത് അമേരിക്കയിൽ. ഓക്കെ, ആരാണ് പോയത്? യൂറോപ്യൻസ്. ഏത് കാലഘട്ടത്തിലായിരുന്നു? 16th century. അപ്പോൾ എന്തായിരുന്നു ലക്ഷ്യം? The major aim of the migration was to exploit. Exploit means ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ ലൂട്ട് ചെയ്യുക, വലിച്ചെടുക്കുക, എല്ലാ സാധനം അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ലക്ഷ്യം. ബൈ ദി 18th century, ഓക്കെ, 18ാം നൂറ്റാണ്ടോട് കൂടിയിട്ട്, ശരിക്കും 16ാം നൂറ്റാണ്ടിൽ ഇവർ പോകാൻ തുടങ്ങി. 18ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലണ്ട്. ഇവിടെ ഈ രാജ്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഒന്നുമില്ല,
യൂറോപ്യൻസ് എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇംഗ്ലണ്ടുകാർ, ബ്രിട്ടീഷുകാർ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ, പിന്നെ സ്പാനിഷുകാർ എന്നൊക്കെ പറയുന്നതൊക്കെ സ്പെയിൻ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ് നമ്മുടെ ഈ ഒരു യൂറോപ്യൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഈ ഒരു ചാപ്റ്ററിലൂടെ നീളം ഇത്തരത്തിലുള്ള വേർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ചിലപ്പോൾ യൂറോപ്യൻസ് എന്ന് പറയും, ചിലപ്പോൾ ഇംഗ്ലീഷുകാരെന്ന് പറയും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെന്ന് പറയും. ഇതൊക്കെ സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, സോ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ യൂറോപ്യൻസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലണ്ട് എന്നാണ് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇത് പറയുന്നുണ്ട്. ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 colonies ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ എന്ത് ചെയ്തു, അമേരിക്കയുടെ, ഏത് അമേരിക്കയാണ്, വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഏകദേശം 13 കോളനികൾ ഉണ്ടാക്കി. ഓക്കെ, 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറാനായിട്ട് തുടങ്ങി. അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് ലൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഏകദേശം 18-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് 13 കോളനികൾ ഇവരുണ്ടാക്കി. യൂറോപ്യൻസ് ഉണ്ടാക്കി. എവിടെയാണ്, വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് തീരപ്രദേശങ്ങളിൽ ഇത്തരം കോളനികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല, സീ റൂട്ട്, സിൽക്ക് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സിൽക്ക് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുന്നത് ഇത് സീ ആണല്ലോ. സീ അല്ലെങ്കിൽ ഓഷ്യൻ എന്ന് പറയാം. അതിൻ്റെ ഈ ഒരു സൈഡിൽ, അതിൻ്റെ കരയോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടി ഈസിയാണ്. സാധനങ്ങൾ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു കടലിനോട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങൾ കുറച്ചുകൂടി കംഫർട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. 13 കോളനികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ജോർജിയ, സൗത്ത് കരോലിന, ന്യൂയോർക്ക്, പിന്നെ എന്തൊക്കെയാണ്, പെനിൻസുലേനിയ ആൻഡ് ന്യൂജേഴ്സി, അങ്ങനെ ഒരുപാട്, വിർജീനിയ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. 13 എണ്ണാണ് കേട്ടോ, 13 കോളനികൾ. ഇനി മൈഗ്രേഷൻ ടു അമേരിക്ക. ക്രിസ്റ്റഫർ കൊളംബസ് സൈലർ. ഇത് അധിക വായനക്കുള്ളതിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. അധിക വായന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ സാധ്യതയില്ലെങ്കിൽ കൂടിയിട്ട് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അധിക വായന കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയാസ് കിട്ടാൻ വേണ്ടി സംഭവമാണ്. ക്രിസ്റ്റഫർ കൊളംബസ് സൈലർ ഓഫ് ദി സ്പാനിഷ് ഗവൺമെന്റ് റീച്ച്ഡ് നോർത്ത് അമേരിക്ക ഇൻ 1492. 1492 ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന ഒരു കപ്പൽ യാത്രികൻ, ഒരു നാവികൻ എന്നൊക്കെ പറയുന്ന ഒരാൾ 1492 നോർത്ത് അമേരിക്കയിലെത്തി. He called the indigenous people as Indians. അവിടെയുള്ള ആളുകൾ എന്ത് വിളിച്ചു, ഇന്ത്യൻസ് എന്ന് വിളിച്ചു. Okay, he thought that the place he reached was India. കാരണം എന്താ, അയാൾ വിചാരിച്ചു, അതായത് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് വിചാരിച്ചു, ഞാൻ എത്തിയിട്ടുള്ള സ്ഥലം ഇന്ത്യയാണ്, അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആളുകൾ എന്ത് വിളിച്ചു, ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ശരിക്കും എവിടെയാണ് എത്തിയിട്ടുള്ളത്, ഇന്ത്യയിലാണ് എത്തിയിട്ടുള്ളത്. ഇന്ത്യയിലല്ല എത്തിയിട്ടുള്ളത് നോർത്ത് അമേരിക്കയിലാണ്. ഓക്കെ, ലേറ്റർ പിന്നീട് they were known as the Red Indians. അപ്പോൾ അതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തു, ഇവരെ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. The earlier colonies in America were established by a group of people. Okay, the earlier colonies in America. Okay, മുന്നത്തെ കോളനികളൊക്കെ, അമേരിക്കയിലുള്ള മുന്നത്തെ കോളനികളൊക്കെ were established by a group of people who exiled to America from the religious persecution of the King of England in the 17th century on a ship called Mayflower. They were known as the Pilgrim Fathers. With the increase in European migration, the Red Indians were displaced into the interiors. The Europeans seized their land and flock of sheep. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വടക്കേ അമേരിക്ക കീഴടക്കാനായിട്ട്, അല്ലെങ്കിൽ വടക്കേ അമേരിക്ക കുടിയേറാനായിട്ട് ഒരുപാട് ആളുകൾ വന്നു. നമ്മുടെ അവിടുത്തെ വടക്കേ അമേരിക്കയിലത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് റെഡ് ഇന്ത്യൻസ് ഉള്ളത്. അപ്പോൾ ഇത് അധിക വായനക്കാണ് ഇതിൽ നിന്നുള്ള സാധാരണ ചോദ്യങ്ങളൊന്നും വരാറില്ല. പക്ഷേ റെഡ് ഇന്ത്യൻസിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതിൽ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ റെഡ് ഇന്ത്യൻസിൻ്റെ ചെറിയൊരു മെൻഷനിങ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് പറയാം. The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products. Okay, അപ്പോൾ നോക്കാം. The British treated American colonies. ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളിനെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും, അതായത് അവരുടെ ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. അത് മാത്രമല്ല, അവരുടെ സാധനങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ടുള്ള ഒരു കമ്പോളമായിട്ട്, ഒരു മാർക്കറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കോളനികളിനെ കണ്ടത്. This policy implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. Okay, അപ്പോൾ ഈ ഒരു ആശയം, ഇങ്ങനെ ഒരു സംഭവം അവരുടെ മദർലാൻഡ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ പറയുന്നതാണ് മെർക്കന്റിലിസം എന്നുള്ളത് കേട്ടോ. Several laws were implemented in the British colonies. Okay, ബ്രിട്ടീഷുകാർ കോളനികളിൽ ഒരുപാട് തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവയാണ് പറയുന്നത് മെർക്കന്റിലിസ്റ്റ് ലോ,
മെർക്കന്റിലിസ്റ്റ് ലോസ് ആണ് പറയുന്നത്. 5 ലോസ് ഉണ്ട്. ഓരോന്നായിട്ട് പറയാം. The goods to and from the colonies must be carried only in British ships or ships built in British colonies. ഒന്നാമത്തെ കാര്യം പറയുന്നത് the goods to and from, അതായത് കോളനിയിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുവരേണ്ടത്, കോളനികളിലേക്ക് അല്ലെങ്കിൽ കോളനികളിൽ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടത് ഒന്നുകിൽ ബ്രിട്ടീഷ് കപ്പലുകളിൽ അല്ലെങ്കിൽ ഷിപ്സ് ബിൽഡ് ഇൻ ദി ബ്രിട്ടീഷ് കോളനീസ്, ബ്രിട്ടീഷ് കോളനികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഷിപ്പുകളിൽ മാത്രമായിരിക്കണം, അല്ലാതെ വേറെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസ് എക്സെട്ര. അതായത് എല്ലാ ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് പതിപ്പിക്കണം. എവിടെയാണ് പതിപ്പിക്കേണ്ടത്? എല്ലാ ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റിലും, ന്യൂസ് പേപ്പറിലും, പാംഫ്ലെറ്റിലും, ലഘുലേഖയിലും, ലൈസൻസിലും എല്ലാം. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു ചിഹ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെയുള്ള സ്റ്റാമ്പ് പതിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ സംഭവം പറയുന്നത്. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. ഓക്കെ, അതായത് ചായപ്പൊടി, ഗ്ലാസ്, പേപ്പർ ഇവ നോർത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു 13 കോളനി നോർത്ത് അമേരിക്ക ഈ ഒരു 13 കോളനികളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തായാലും കൊടുക്കണം, ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ് മൂന്നാമത് പറയുന്ന ലോ. നാലാമത്തെ ലോ എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ, അതായത് പഞ്ചസാര, കമ്പിളി, ഇതുപോലെയുള്ള പരുത്തി, പിന്നെ ടുബാക്കോ, പുകയില, ഇത്തരത്തിലുള്ള സാധനങ്ങൾ എവിടേക്ക് മാത്രം പോകാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. അതെന്തിനായിരിക്കും അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഷുഗർ ഉണ്ടാക്കുന്ന, നിങ്ങൾ കരിമ്പൊക്കെ കൃഷി ചെയ്തിട്ട് ഷുഗർ ഉണ്ടാക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഷുഗർ വിൽക്കാം. അതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഷുഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ നിങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വന്നിട്ട് പറയാണ്, ഞാനൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഷുഗർ നിങ്ങൾ എനിക്ക് മാത്രമേ തരാൻ പാടുള്ളൂ, വേറൊരാൾക്കും വിൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ ഞങ്ങൾ വേറെ ആളുകൾക്ക് കൊടുക്കും എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ റൂളുണ്ട്, നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് വിൽക്കാൻ പറ്റില്ല എന്ന് റൂളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, എനിക്ക് തന്നെ തരേണ്ടി വരും. ഓക്കെ, ഒന്നുകിൽ എനിക്ക് തരേണ്ടി വരും, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാണ്ട് എന്ത് ചെയ്യേണ്ടി വരും? കളയേണ്ടി വരും. അപ്പോൾ നിങ്ങളത് കളയാൻ നിൽക്കില്ല, കാരണം നിങ്ങളത് കഷ്ടപ്പെട്ടിട്ട് കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ കളയില്ല, തീർച്ചയായിട്ടും എനിക്ക് തരും. പക്ഷെ എനിക്ക് തരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള വില എന്ന് പറയുന്നത് 20 രൂപയാണെന്ന് വിചാരിക്കാം. ഞാൻ പറയാണ് 15 രൂപ തരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? എന്നാൽ പിന്നെ ഞങ്ങൾ പക്ഷേ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായോ? അതായത് ഇംഗ്ലണ്ടിന് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടുകാർ പറയുന്നതായിരിക്കും ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അതായത് ഇംഗ്ലീഷുകാർക്കുള്ള എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അഞ്ചാമത്തെ നിയമം എന്ന് പറയുന്നത് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. അതെ, കോളനികളിൽ നിലനിർത്തി പോന്നിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ട്രൂപ്പുകൾ, ബ്രിട്ടീഷുകാരുടെ സംഘങ്ങളുണ്ട്, അവർക്ക് അത്യാവശ്യത്തിന് ഭക്ഷണവും താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നോർത്ത് അമേരിക്ക ഒരു നല്ലൊരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിലേക്ക് വേറെ ആളുകൾ വന്നു, എന്തോ കച്ചവടത്തിനോ എന്തിനൊക്കെയാണോ വന്നതെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അവിടുത്തെ പ്രകൃതി വിഭവങ്ങളൊക്കെ കൈയടക്കാനായിട്ട്, ചൂഷണം ചെയ്യാനായിട്ട്, ലൂട്ട് ചെയ്യാനായിട്ട്, കൈയടക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത്തരത്തിലൊക്കെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമാവും സംഭവം? നമുക്ക് ഇഷ്ടമാവും? തീർച്ചയായിട്ടും ഇഷ്ടമാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ടീ പാർട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ ടീ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകളൊക്കെ കുടിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ടാവും, ഇതാണെന്ന് വിചാരിക്കും. പക്ഷേ എന്താണ് സംഭവം എന്നുള്ളത് പറയാം. The high tax levied by the British government on tea fired up strong protests in America. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം. ടീക്ക് ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? ചായപ്പൊടി കൊണ്ട് അയക്കുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തേയില ഇറക്കുമതി ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ ഇത് പറയാം, ടാക്സ് ലെവി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമത്തുക നടത്താനുണ്ടോ, നികുതി ചുമത്തുക. ഓക്കെ, എന്നിരുന്നായിരുന്നു വളരെയധികം നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു തേയിലയുടെ മേൽ.
അപ്പോൾ ഇത് അവരുടെ മനസ്സിൽ ഫയറാക്കി എന്ന് വെച്ചാൽ അവരാകെ കത്തി രോഷം കൊണ്ടും ഭയങ്കര ദേഷ്യം പിടിച്ചു വരും ആ കോളനിയിലുള്ള ആളുകൾക്ക്. ഓക്കെ, അപ്പൊ അതെന്തിന് ഇതാക്കി? പ്രൊട്ടസ്റ്റ് ഇൻ അമേരിക്ക. പ്രൊട്ടസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വീടാണ് പ്രതിഷേധം. ഓക്കെ, അങ്ങനെ ഓൺ 16th ഡിസംബർ, അപ്പോൾ ഡേറ്റുകൾ ഇവിടെ മുതൽ തുടങ്ങുകയാണ്. 16-ാം തീയതി, ഡിസംബർ 16-ാം തീയതി 1773 വളരെ ഇമ്പോർട്ടൻ്റ്. A group of people disguised എന്ന് വെച്ചാൽ വേഷം മാറി as red Indians ആയിട്ട് വേഷം മാറിയിട്ട് boarded the ships at night. എന്ത് ചെയ്തു? നമ്മുടെ ഒരു ബോസ്റ്റൺ തുറമുഖത്ത്, ബോസ്റ്റൺ ഹാർബറിൽ നിർത്തിയിട്ടിരുന്ന ഒരു കപ്പലിൽ കയറിയിട്ട്, ഷിപ്പിൽ കയറിയിട്ട് എറിഞ്ഞു വലിച്ചെറിഞ്ഞു. എന്താണ് ചെറിയത്? 342 ചെസ്റ്റ് ഓഫ് ടീ എന്ന് വെച്ചാൽ പെട്ടി തേയില. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 342 പെട്ടി തേയില എടുത്തിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെ പറയുന്നതാണ് ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ആസ് ദി ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ സിമ്പിളായിട്ട് ഒന്നുകൂടി പറയാം, ഈ പറഞ്ഞ കാര്യമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുമ്പോൾ എന്തോ ചായ സൽക്കാരമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് ചായ സൽക്കാരമല്ല. നമ്മുടെ അമേരിക്കൻ കോളനികളിലേക്ക് ചായപ്പൊടി കൊണ്ടുവരണമെങ്കിൽ നല്ല രീതിയിലുള്ള ടാക്സ് കൊടുക്കണം. ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കണം, ഇംഗ്ലണ്ടിന് ടാക്സ് കൊടുക്കണം. അപ്പോൾ അതിൽ പ്രതിഷേധിക്കാനായിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം നോക്കുക, ബോസ്റ്റൺ തുറമുഖം കേട്ടോ. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖം, അതാണ് ബോസ്റ്റൺ ഹാർബർ. ബോസ്റ്റൺ ഹാർബറിൽ നിർത്തിയിട്ടിരുന്ന ഒരു കപ്പലിൽ കയറി. എങ്ങനെ കയറിയത്? റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തിൽ ഒരു ആ കപ്പലിൽ കയറി. എന്നിട്ട് എന്നായിരുന്നു അത്? 16-ാം തീയതി ഡിസംബറിൽ 1773 ഓക്കെ, 1773 ഡിസംബർ 16-ാം തീയതി എന്ത് ചെയ്തു? ഇവർ ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലിൽ കയറിയിട്ട് 342 പെട്ടി തേയില എടുത്തിട്ട് എന്ത് ചെയ്തു? കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ ഒരു സംഭവത്തിനാണ് പറയുന്നത്, ഇതിനാണ് നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ആസ് എ പ്രൊട്ടസ്റ്റ്, ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ആസ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രതിഷേധമായിട്ട് നമുക്ക് ബോസ്റ്റൺ ടീ പാർട്ടി പറയാം. പിന്നെ the ideologies of some thinkers also stimulate the people of the colonies to fight against exploitative laws of the British. അങ്ങനെ കുറച്ച് ചിന്തകരും വന്നിട്ട് ഇവരെന്നെ മോട്ടിവേറ്റ് ചെയ്തു. മറ്റേ നമ്മുടെ ബാലൻചേട്ടൻ വരില്ല, ബാലൻചേട്ടൻ ഇവർക്ക് അടിയിട്ട് വരുന്ന സമയത്ത് ബാലൻചേട്ടൻ വരില്ല, എന്നിട്ട് പറയില്ലേ നിനക്ക് അടിക്കണമെന്നൊക്കെ ചോദിക്കില്ല. അതേപോലെ തന്നെ ഇവർ വന്നിട്ട് എന്ത് ചെയ്തു? ആരൊക്കെയാണ്? 2 ആൾക്കാരാണ്, ജോൺ ലോക്ക് അതുപോലെ തന്നെ തോമസ് പെയിൻ. അങ്ങനെ 2 പേര് വന്നു, ജോൺ ലോക്കും തോമസ് പെയിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയിൻ. ഇത്തരത്തിലുള്ള ചിന്തകരുടെ പേരുകൾ നോക്കി വയ്ക്കുക. അവർ ആഹ്വാനം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കോട്ടുകൾ, അവരുടെ സ്ലോഗൻസ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇത് പഠിക്കാനായിട്ട് നമുക്ക്, ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയുന്ന ഒരു സംഭവമാണ്, ജോൺ ലോക്ക് ചെയ്തപ്പോൾ തോമസിന് വേനെടുത്തു. ജോൺ ലോക്ക് ചെയ്തു, പിടിച്ചു, അപ്പോൾ തോമസിന് വേണ്ടിയിട്ട് എന്നാലോചിച്ചാൽ മതി. ജോൺ ലോക്ക്, തോമസ് പെയിൻ, ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വേർഡ് പഠിക്കാൻ പറ്റും. ജോൺ ലോക്ക് ചെയ്തപ്പോൾ തോമസിന് വേനെടുത്തു, പിള്ളേർ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ജോൺ ലോക്ക് ചെയ്തപ്പോൾ തോമസിന് വേനെടുത്തു. ഇപ്പോൾ ഇവരാണ് ഇവരെ ചിന്തകരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് നമ്മൾ ബാലൻചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് അടിക്കണം, പോയി അടിക്കുന്നു പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ പറഞ്ഞു. ഓക്കെ, എവരിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്. എല്ലാവർക്കും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ഫണ്ടമെന്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് അവകാശങ്ങളുണ്ട്. നോ ഗവൺമെന്റ് ഹാസ് എ റൈറ്റ് ടു സസ്പെൻഡ് ദം. ഒരു ഗവൺമെന്റിനും ഇതിനൊന്നും ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. ഓക്കെ, ജോൺ ലോക്ക്. തോമസ് പെയിൻ എന്താ പറഞ്ഞത്? There is something absurd in supposing continent North America be perpetually governed by a foreign power, England. അതായത് നോർത്ത് അമേരിക്ക പോലുള്ള ഒരു രാഷ്ട്രത്തിനെ ഇംഗ്ലണ്ട് പോലെയുള്ളൊരു വേറൊരു ശക്തി വന്നിട്ട് ഭരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പരിപാടിയായി പോയി എന്നാണ് നമ്മുടെ തോമസ് പെയിൻ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞത് ആര് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പറഞ്ഞത് ഇവരാണെന്ന് എഴുതി വെക്കണം. നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ പറഞ്ഞിട്ടുള്ളത് ആരായിരുന്നു? അത് ചോദിക്കാറുണ്ട് കേട്ടോ, ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്നതായിരുന്നു. ഓക്കെ, ദ എൻറ്റയർ കോണ്ടിനെന്റ് അസംബ്ലിസ്. അടുത്തത് അങ്ങനെ എൻറ്റയർ കോണ്ടിനെന്റ് മുഴുവൻ കോണ്ടിനെന്റും അസംബ്ലി ആണെന്ന് വെച്ചാൽ കൂടിച്ചേരുക, ഒത്തുചേരുക എന്നുള്ളതാണ് കേട്ടോ. നോക്കാം. The delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. Okay, അതായത് ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത്, അതായത് എത്ര കോളനികളുണ്ട്? 13 കോളനികളുണ്ട്. അപ്പോൾ 13 കോളനികളിൽ എല്ലാവരും പോയിട്ട്
കോൺഫറൻസിൽ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൽ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ അവർ ഗ്യാദർ ചെയ്തില്ല. എന്ത് ചെയ്തു? ഓരോ കോളനികളിൽ നിന്നും അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്, അതായത് നമ്മൾക്കൊരു സ്കൂളിൽ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് നാളെ പാരൻസ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛനും അമ്മയും പിന്നെ നിങ്ങളെ ചേട്ടനും ചേച്ചിയും വലിയച്ഛനും വലിയ എല്ലാവരും കൊണ്ടുപോകും? ഇല്ല, തീർച്ചയായിട്ടും ആരെയും കൊണ്ടുപോകും. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, രണ്ടുപേരെയും കൊണ്ടുപോകുന്ന സാധ്യത കുറവാണ്. മിക്കവാറും ഒരാളെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സ് എല്ലാ പിള്ളേരെയും വിളിച്ച് കൊണ്ടുപോകില്ല, കാരണം ലീഡേഴ്സ് മാത്രം. അതേപോലെ തന്നെ ഇവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രം. ഓരോ കോളനികളിൽ നിന്നും ഒരു ലീഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുചേർന്നു. പക്ഷേ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്തിലെ ജോർജിയ നമ്മൾ കണ്ടില്ല നേരത്തെ, ജോർജിയ എന്ന് പറയുന്ന ഒരു കോളനി ആയിരുന്നു. അപ്പോൾ ആ കോളനിയിലത്തെ, ഇതാണ് ജോർജിയ എന്ന് പറയുന്ന കോളനി, ഈ കോളനിയിലത്തെ റെപ്രസെൻറ്റേറ്റീവ്, അവിടുത്തെ ലീഡർ മാത്രം വന്നില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലത്തെ ലീഡേഴ്സ് ഒക്കെ വന്നു. അവരൊക്കെ ഒത്തുചേർന്നു. എവിടെയായിരുന്നു? ഫിലാഡൽഫിയ. ആ ഒരു പ്ലേസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിലാഡൽഫിയ ഏത് വർഷത്തിലായിരുന്നു? 1774 അപ്പോൾ വർഷങ്ങൾ നമ്മൾ തുടങ്ങിയത്, ഈ ഒരു വാർ നടക്കുന്ന സമയത്ത് വർഷങ്ങൾ തുടങ്ങുന്നത് 1773 മുതലാണ്. 1773 എന്നായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, 1774 എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774. എവിടെയായിരുന്നു? ഫിലാഡൽഫിയ ആയിരുന്നു. ആരും വന്നില്ല, ജോർജ് വന്നില്ല. ഓക്കെ, ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. This is known as the first continental congress. Subsequently, people of the colony submitted a petition to the king of England. അങ്ങനെ ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം കൊണ്ടുകൊടുത്തു. ഓക്കെ, നിവേദനം കൊണ്ടുകൊടുത്തു. എന്നിട്ട് അവർ ആവശ്യപ്പെട്ടു, നിവേദനത്തിൽ ആവശ്യപ്പെട്ടെന്നിട്ടാണ് they demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. അവർ പറഞ്ഞു, ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ പിൻവലിക്കണം, ഞങ്ങൾക്ക് നല്ല രീതിയിൽ വ്യവസായം ചെയ്യാൻ പറ്റുന്നില്ല, കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല, സോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ദയവ് ചെയ്ത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അത് മാത്രമല്ല, ഇനി ഞങ്ങളുടെ മേലാൽ ഞങ്ങളുടെ അധികാരമില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കാണ്ട് ഇമാതിരി ടാക്സും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ വിനയപുനയനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല, പക്ഷെ ഇവർ വളരെ വിനയപുനയനായിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടു. പക്ഷേ രാജാവല്ലേ, രാജാവ് പറയാം, യെസ് യുവർ ഓണർ, നീയാണല്ലോ കോടതി എന്ന് പറയില്ലല്ലോ. രാജാവ് എന്ത് ചെയ്തു? ബട്ട് king is always a king. Okay, king is always the king. Okay, king രാജാവ് രാജാവാണ്. രാജാവ് എന്ത്? but the king sent a military force to suppress the people. suppress ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് സപ്രസ് വെച്ചാൽ അടിച്ചമർത്തുക. സപ്രസ് ചെയ്യാന്ന് പറയില്ല, സപ്രസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തുക കേട്ടോ. അടിച്ചമർത്തുക, ഇങ്ങനെ അടിച്ചമർത്തലല്ല, ആളുകളെ അടിച്ചോടിച്ചു the people. This led to the war between England and the colonies. ഇത് എന്തിനു നയിച്ചു എന്ന് പറയുന്നത്? ഇംഗ്ലണ്ടും അതുപോലെ തന്നെ കോളനികളും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് നയിച്ചു. മനസ്സിലായി? അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒന്നുകൂടി പറയാം. ഓക്കെ, 1774 13 കോളനികളുണ്ടല്ലോ. അതിലത്തെ 13 കോളനികളിലെയും ആളുകൾ വന്നില്ല, ഒരു കോളനിയിലത്തെ ആൾ മാത്രം വന്നില്ല, ബാക്കിയുള്ളവരൊക്കെ വന്നു. ബാക്കി 12 കോളനികളിലെയും ഡെലിഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമതലയുള്ളവർ, അവിടെ ഇവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അവർ വന്നിട്ട് ഫിലാഡൽഫിയ വന്നിട്ട് നമ്മുടെ രാജാവിനെ കണ്ടു. ഇവിടെ ധരിക്കണം ആളുകൾ കേട്ടോ. ഒരാളൊന്നും അല്ല, കോളനിയിലത്തെ കുറേ ആളുകളുണ്ട്. പക്ഷേ ഒരാൾ മാത്രമായിട്ടല്ല തന്നെ റെപ്രസെന്റേറ്റീവ്സ് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജോർജിയയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും വന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പോൾ ജോർജിയയിൽ നിന്ന് ആൾക്കാർ വരേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കും. ജോർജിയ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരിക്കലും ഈ ഇംഗ്ലണ്ടിനെ എതിർക്കാനായിട്ടുള്ള ശേഷിയൊന്നും നമുക്കില്ല, നമുക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. നമ്മളൊരു ഭാഗത്തും ഉണ്ടാതിരിക്കുന്നുണ്ട്, അല്ലാണ്ട് വെറുതെ വരലാണ്ട് അവരെ അടിപൊളിക്കാൻ നിൽക്കണ്ട എന്ന് നമ്മുടെ ജോർജിയോട് വിചാരിച്ചു. അത് മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നമ്മുടെ ഈ ഇംഗ്ലീഷുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയെ നമ്മുടെ ആർക്കുണ്ടായിരുന്നു, നമ്മുടെ ജോർജിയക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോർജിയ ഈ ഒരു സംഭവത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഇതൊന്നും നിങ്ങൾ പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. അതുകൊണ്ട് ജോർജിയ പങ്കെടുത്തില്ല. അങ്ങനെ നമ്മുടെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കഴിഞ്ഞു. അപ്പോൾ രാജാവിനെ അടിച്ചോടിപ്പിച്ചു. അങ്ങനെ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് പറയുന്നത്, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇട്ടാ. അതും ഫിലാഡൽഫിയയിൽ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഫിലാഡൽഫിയയിൽ തന്നെയായിരുന്നു കേട്ടോ. ഫിലാഡൽഫിയയിലായിരുന്നു. അങ്ങനെ 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇപ്പോൾ ഡേറ്റ് വർഷങ്ങൾ നോക്കുക. 1773 ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു? അടിയിട്ടിട്ട് പോകുന്നതല്ലേ, രാജാവിൻ്റെ പട്ടാളത്തിൻ്റെ അടിയിട്ടിട്ട് പോകുന്നതല്ല, അടിച്ചു പിടിപ്പിച്ചല്ല അവർ. പിന്നെ ഇവർ പോയി
അപ്പോൾ ഈ പ്രാവശ്യം പോകുന്നതൊന്ന് സെറ്റായിട്ട് വേണ്ട പോകാനായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം പോകുന്ന സമയത്ത് നമ്മുടെ ജോർജ് വാഷിങ്ടൺ ജോർജ് വാഷിങ്ടണിനെ എന്താക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്? ആസ് എ കമാൻഡർ ഇൻ ചീഫ്, മെയിൻ ആയിട്ടുള്ള ഒരു നേതാവായിട്ട് ഓഫ് ദി കോണ്ടിനെന്റൽ ആർമിയുടെ നേതാവായിട്ട് അല്ലെങ്കിൽ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് ഇദ്ദേഹത്തെ നിയോഗിച്ചുകൊണ്ടാണ് ഒരു പോയത്. ഡ്യൂറിംഗ് ദിസ് ടൈം, ഈ ഒരു കാലഘട്ടത്തിൽ ത്രൂ ദി പാംഫ്ലെറ്റ് നെയിംഡ് കോമൺ സെൻസ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ലഘുലേഖയിലൂടെ തോമസ് പെയിൻ എന്ന് പറയുന്ന വ്യക്തി declared that it was wise for the Americans to break the ties with Britain. അപ്പോൾ അദ്ദേഹം തോമസ് പെയിൻ പറഞ്ഞു, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുമായിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തുന്നതാണ് നല്ലത്, വെറുതെ ആവശ്യമില്ലാതെ പഠിക്കേണ്ട എന്ന് നമ്മുടെ ഒരു ലഘുലേഖയിലൂടെ തോമസ് പെയിൻ പറഞ്ഞു. ഓക്കെ. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. അപ്പോൾ അടുത്ത വർഷം നോക്കിയേ, ജൂലൈ 4, 1776. അപ്പോൾ വർഷം നോക്കട്ടാ, ഒന്നുകൂടി പറയാം. വർഷം 1773, ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. വർഷം നോക്കിയാൽ മതി, ദിവസം കിട്ടിയില്ലെങ്കിലും 1773 ഡിസംബർ 16 കേട്ടോ. അടുത്തത് 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1776 തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിനെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഏതാണ്? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും അത് തന്നെയാണ്. തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. 1776 കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ എന്താണ് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്, 1776. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അത് പ്രിപ്പയർ ചെയ്തത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണ്? ഓൾ ആർ ഈക്വൽ, എല്ലാവരും ഈക്വൽ ആണ്, അല്ലാണ്ട് ഒരാൾക്ക് വലിയ സംഭവമൊന്നും ഇല്ലാതുകൊണ്ട്. എവരിവൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും ചില അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം എന്നിട്ട് പറയാം, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം the war between England and the colonies in North America that began with the Declaration of Freedom entered in 1781. 1776 നമ്മൾ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഭവം, സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെങ്കിൽ തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പോൾ അതിനുശേഷം യുദ്ധം തുടങ്ങി. ആ യുദ്ധം തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് 1781 അവസാനിക്കുന്നത്. ആര് തമ്മിലായിരുന്നു? ഇംഗ്ലണ്ടും അതുപോലെ തന്നെ കോളനികളും തമ്മിൽ കേട്ടോ. ഏത് കോളനിയാണ്? നോർത്ത് അമേരിക്കയിലത്തെ കോളനികൾ. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ്, അങ്ങനെ അവസാനം പാരീസ് ഓഫ് ട്രീറ്റി എന്ന് പറഞ്ഞാൽ പാരീസ് ഉടമ്പടി പ്രകാരം 1783 ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. എന്ത് പറഞ്ഞു? ഇംഗ്ലണ്ടുകാർ 13 കോളനികൾക്ക് എന്ത് കൊടുത്തു? ഫ്രീഡം കൊടുത്തു. The Constitution Convention held at Philadelphia under the leadership of James Madison framed the American Constitution. അങ്ങനെ the Constitution Convention held at Philadelphia വെച്ചിട്ട്, ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് നമ്മുടെ ജെയിംസ് മാഡിസൺ എന്ത് ഫ്രെയിം ചെയ്തു എന്ന് പറയുന്നത്? അമേരിക്കൻ ഭരണഘടന ഫ്രെയിം ചെയ്തു. അങ്ങനെ ജോർജ് വാഷിങ്ടൺ, നമ്മുടെ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ലീഡറായിട്ട് പോയിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, ജോർജ് വാഷിങ്ടൺ became the first president of the United States of America. USA അല്ലെങ്കിൽ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിങ്ടൺ. formed in accordance with the new constitution. അങ്ങനെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാക്കിയതിനു ശേഷം നമ്മുടെ ഇയാള് നമ്മുടെ ജോർജ് വാഷിങ്ടൺ പ്രസിഡന്റ് ആയി. ഓക്കെ, ഫസ്റ്റ് പ്രസിഡന്റ്. പിന്നെ ഈ ഒരു വാറിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോം ദി സിസ്റ്റം എക്സിസ്റ്റഡ്. അവിടെ നിലനിന്ന കംപ്ലീറ്റ് സിസ്റ്റം നമ്മുടെ ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മാറ്റിമറിച്ചു. ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇൻ ഡിഫറെന്റ് വേസ്. പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന ഒരു റവല്യൂഷൻസിനും കാര്യങ്ങളൊക്കെ ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു ആഫ്റ്റർ ഇമ്പാക്ട്? ഓക്കെ, gave direction and motivation to later freedom struggles and revolutions all over the world. അപ്പോൾ ബാക്കിയുള്ള ലോകം മുഴുവനുള്ള പിന്നീടുണ്ടായിട്ടുള്ള റവല്യൂഷൻസിനും കാര്യങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു മാർഗരേഖയൊക്കെ നൽകി. ഓക്കെ, മോട്ടിവേഷൻ, ഒരു പ്രചോദനമൊക്കെ നൽകിയതായിരുന്നു. പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്, അതായത് ജനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഗവൺമെന്റിനെ ഫോം ചെയ്യാനായിട്ട് ആ ഒരു ആശയം കൊണ്ടുവന്നത് നമ്മുടെ അമേരിക്കയാണ്. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയിലാണ്. Contributed to the concept of federal system that ensured freedom and authority of states in the union. Okay, അതായത് കോൺട്രിബ്യൂട്ടഡ് എന്ന് വെച്ചാൽ സംഭാവന നൽകി എന്നർത്ഥം. സംഭാവന നൽകി. The concept of federal system, ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപം നൽകി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ്
ഭാഗമായിട്ടുള്ള അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറയുന്നത്. സോ ലെറ്റ്സ് റീക്യാപ്പ്. ഒന്നും കൂടി പറയാന്ന് വെച്ചാൽ ഇനി ഇപ്പം അതിനിപ്പം ഇനി എല്ലാം കൂടി ഒരുമിച്ച് പറയാൻ പോകണമെന്ന് വിചാരിക്കേണ്ട, സിമ്പിളായിരുന്നു പറയാം. ഏറ്റവും ആദ്യം പറഞ്ഞത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻഡിപെൻഡൻസ് അല്ലട്ടാ, ഫ്രീഡം. ഓക്കെ, ഫ്രീഡം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം റവല്യൂഷൻ. എന്താണ് റവല്യൂഷൻ എന്ന് പറഞ്ഞിരുന്നു? ഒരുപാട് ആളുകൾക്ക് ഫ്രീഡം നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത് കിട്ടാനായിട്ട് ആളുകൾ എന്ത് ചെയ്തു? പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ സമരം നടത്തി. ചിലർ ആയുധങ്ങളൊക്കെ എത്തിക്കൊണ്ട് സമരം നടത്തി. അതിനെ പറയുന്നതാണ് റവല്യൂഷൻ. ഓക്കെ, പിന്നീട് പറഞ്ഞത് റിനൈസൻസ് ആണ്, നവോത്ഥാനം. അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു സംഭവമായിരുന്നു എൻലൈറ്റ്മെന്റ്. ഓക്കെ, ജ്ഞാനോദയം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ നോട്ട് അക്സെപ്ഷൻ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ജെയിംസ് ഓട്ടിസിന്റെ ഒരു സ്ലോഗൻ. പിന്നെ നമ്മുടെ 16-ാം നൂറ്റാണ്ടിൽ കുടിയേറ്റം തുടങ്ങി. 18-ാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? 13 കോളനികൾ ഉണ്ടാക്കി. എന്നിട്ട് അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ കടിച്ചു മാറ്റി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അങ്ങനെ 13 കോളനികൾ ഉണ്ടാക്കി. ഓക്കെ, 13 കോളനികളുടെ പിക്ചറോട് കൊടുത്തിട്ടുണ്ട്, മാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ മർക്കന്റിലിസ്റ്റ് ലോസ് ആണ്. അതുപോലെ തന്നെ മർക്കന്റിലിസം 5 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട്, അതിൽ ടീയുടെ നികുതിയിൽ പ്രതിഷേധിച്ചിട്ട് ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16-ാം തീയതി എവിടെ വെച്ചിട്ടായിരുന്നു? ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിരുന്ന കപ്പലിൽ കയറിയിട്ട് 342 പെട്ടി തേയില എടുത്തിട്ട് പുറത്തേക്ക് കിട്ടും. പിന്നെ 2 ചിന്തകേട്ട പേരുകളാണ് ജോൺ ലോക്ക്, തോമസ് പെയിൻ. നമ്മളെ ബാലേട്ടനായിട്ട. ഓക്കെ, ബാലേട്ടൻ ഏതുപാടാണ്? കമ്മട്ടിപ്പാടം. ഓക്കെ, അപ്പോൾ അടുത്ത് പിന്നെ ദി എൻ്റർ കോണ്ടിനെൻ്റൽ അസംബ്ലീസ് 13 കോളനികളിലത്തെ ആളുകളില്ല, ഒരു കോളനിയിലത്തെ ആൾ വന്നില്ല കേട്ടോ. ഏതാണ്ട് ജോർജിയ എന്ന് പറയുന്ന കോളനിയിലത്തെ ആൾ വന്നില്ല. ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് ഫിലാഡൽഫിയ രാജാവിനെ കണ്ടിട്ട് പറഞ്ഞ് നിവേദനം കൊടുത്തു. രാജാവ് പക്ഷേ ഇവരിനെ അടിച്ചു ഓടിപ്പിച്ചു. അതിന് സപ്രസ് എന്ന് പറഞ്ഞ വീട് നമ്മൾ പഠിച്ചു. പിന്നെ അത് 1774 പിന്നെ വീണ്ടും പോയി ജോർജ് വാഷിങ്ടണിനെ RID കമാൻഡർ ഇൻ ചീഫായി കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് നമ്മുടെ ജോർജ് വാഷിങ്ടനെ വെച്ചിട്ട് 1775 സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസ്. ആ സമയത്ത് തോമസ് വെയിൻ പറഞ്ഞു, വെറുതെ ആവശ്യമില്ലാതെ നിൽക്കുന്ന അമേരിക്ക എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാരായിട്ടുള്ള എല്ലാ ഇടപാടുകളോടും നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നൊരു ചെറിയ ലഘുലേഖ തയ്യാറാക്കി. അതിനുശേഷം 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് തോമസ് ജെഫേഴ്സണും അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഇതിനെ തന്നെയാണ് നമ്മൾ തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത് എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്, എല്ലാവരും ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടു കൂടി ആരംഭിച്ച യുദ്ധം അവസാനിക്കുന്നത് 1781 അവസാനം 1783 പാരീസ് ഉടമ്പടി പ്രകാരം നമ്മുടെ 13 കോളനികൾക്കും ഫ്രീഡം കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നു. പിന്നീട് ആദ്യത്തെ പ്രസിഡന്റായിട്ട് നമ്മുടെ ആര് വരുന്നു? നമ്മുടെ ജോർജ് വാഷിങ്ടൺ വരുന്നു. പിന്നീട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ American War of Independence നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. So thank you so much for watching this video, and if you like this video, please like, share and subscribe.